വെൽക്കം ടു ദ പൈത്തൺ ബാക്ക് ഡെവലപ്മെൻറ്റ് ക്രാഷ് കോഴ്സ്. ഈ ഒരു കോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഒരു വെബ് ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്, അതായത് വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളെ കോഡ് എഴുതുന്നത്, അല്ലെങ്കിൽ പൈത്തൺ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സെർവർ സൈഡ് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള ഒരു എയിമിലാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദിസ് കോഴ്സ്. സോ നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്തുകൊണ്ടാണ് പൈത്തൺ ഭയങ്കര ഫേമസ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് പൈത്തൺ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമുക്കത് ആദ്യം പറയേണ്ട, ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ഫസ്റ്റ് പറയേണ്ട കാര്യമാണ് എക്സ്പ്രസീവ് ആണ് പൈത്തൺ. കുറച്ചുകൂടി റീഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പൈത്തണിൽ, അതായത് പൈത്തണിൽ നമുക്ക് മറ്റ് ലാംഗ്വേജസിലെ പോലെ ആദ്യം യൂസ് ചെയ്യണം പിന്നീട് യൂസ് ചെയ്യണം അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. ഇനി നമുക്ക് വെസറ്റൈൽ ആണെന്ന് പറയാം. പിന്നെ നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഭയങ്കര പ്രൊഡക്റ്റീവാണ് പൈത്തൺ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ. ഇപ്പം നിങ്ങളൊരു സാധനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യണം. ആ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈത്തൺ വെച്ചിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഡെവലപ്മെൻറ്റ് ഫ്ലോ എന്തായിരിക്കും, ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ നമുക്ക് എറേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് എറേഴ്സിനെ കണ്ടുപിടിക്കാനാണ് നമുക്കൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട് പൈത്തണിന് വേണ്ടിയിട്ട്. അതിപ്പോൾ കേരളത്തിലാവട്ടെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലാവട്ടെ നമുക്ക് ഒരുപാട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ് ടെലഗ്രാമിലും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ഫോറംസ് ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാത്തിലും നമുക്ക് നല്ലൊരു ബഞ്ച് ഓഫ് ആൾക്കാർ നമ്മുടെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. ഇനി അടുത്തായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ലൈബ്രറീസ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് ലൈബ്രറീസ് ഉണ്ട് പൈത്തൺ ഈ ഒരു ലാംഗ്വേജിന് വേണ്ടിയിട്ട്. നമുക്ക് ഒരുപാട് ഇപ്പോൾ പാൻഡാസ് എടുക്കാം, നംപൈ എടുക്കാം, അങ്ങനെ ഒരുപാട് ലൈബ്രറീസ് ഉണ്ട് നമുക്ക്. ഇനി നമുക്ക് പറയേണ്ടത് നമുക്കൊരു പൈത്തൺ വെച്ചിട്ട് നമുക്കൊരു സ്മോൾ പ്രൊജക്റ്റ് തൊട്ടിട്ട് നമുക്കൊരു വലിയ പ്രൊജക്റ്റ്, അതായത് ഒരു 10 മില്യൺ യൂസേഴ്സിനെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ പൈത്തൺ ഇസ് ഹൈലി സ്കേലബിൾ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ എന്തുകൊണ്ടാണ് പൈത്തൺ ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഇനി നമുക്ക് ഡെവലപ്മെൻറ്റ് ടൈം, അതായത് നമുക്കൊരു സാധനം ഡെവലപ്പ് ചെയ്യാൻ, ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള സമയം വളരെ കുറച്ച് മതി ബാക്കി ലാംഗ്വേജസിനെ അപേക്ഷിച്ച് എടുക്കുമ്പോൾ. നമുക്കിനി അടുത്ത കാര്യത്തിലോട്ട് പോകാം. സോ നമ്മൾ എല്ലാ ലാംഗ്വേജ് പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്തായിരിക്കും, ഹലോ വേൾഡ് പ്രോഗ്രാം ആയിരിക്കും. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാം എന്തുമാത്രം സിമ്പിളാണ് നമ്മുടെ പൈത്തൺ ലാംഗ്വേജ് എന്നുള്ളത്. സോ പൈത്തൺ ഇൻസ്റ്റാളേഷനെ കുറിച്ചിട്ടൊന്നും ഞാൻ അധികമായിട്ട് സംസാരിക്കുന്നില്ല. പൈത്തൺ ഇൻസ്റ്റാളേഷൻ നിങ്ങൾക്ക് python.org എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കയറുക. ജസ്റ്റ് നിങ്ങളുടെ OS ഏതാണോ ആ OSനനുസരിച്ചുള്ള ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു കാര്യം പറയാനുള്ളത്, ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആഡ് ടു പാത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഇൻസ്റ്റാളേഷൻ പേജ് നിങ്ങൾ കാണുമ്പോൾ അതിനകത്ത് ആഡ് ടു പാത്ത് എന്ന് കൊടുക്കുക. കാരണം നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് ഡയറക്ടറിയിലായിരിക്കും നമ്മളല്ലെങ്കിൽ നമ്മുടെ പൈത്തൺസിനെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കമാൻഡ് ലൈൻ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റിനകത്തൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് പൈത്തൺ അടിക്കുന്ന സമയത്ത് നമുക്ക് പൈത്തൺ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പാത്തിൽ എൻവറോൺമെൻറ്റ് വേരിയബിൾ അത് അവർ ബൈ ഡിഫോൾട്ടായിട്ട് ചെയ്തുതരും. ഒന്നും ആലോചിക്കേണ്ട, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് പൈത്തൺ ഒന്ന് അടിച്ചു നോക്കുക. ഇനിയിപ്പോൾ ലിനക്സിലുള്ള ആൾക്കാരാണെങ്കിൽ പൈത്തൺ 3 അടിച്ചു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇൻസ്റ്റാളേഷനെ കുറിച്ച് പറയാനുള്ളത്. സോ ഹലോ വേൾഡ് എന്താണ് ഹലോ വേൾഡ്? നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനനുസരിച്ച് ജസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ക്രിയേറ്റ് എ ന്യൂ ഫയൽ വിത്ത് .py എക്സ്റ്റൻഷൻ. ഇപ്പോൾ നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിൻ്റെ എക്സ്റ്റൻഷൻ എന്തായിരിക്കും, .py ആയിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ഫയൽ ഇപ്പോൾ hello world.py എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് ജസ്റ്റ് പ്രിന്റ് ഹലോ വേൾഡ് കണ്ടല്ലോ. നമ്മുടെ പ്രിന്റ് ഫംഗ്ഷൻ ഇതിനകത്ത് എന്താണ്, പ്രിന്റ് എന്ന് എഴുതുക, ഒരു കർലി ബ്രേസസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അതിനകത്ത് ഡബിൾ കോട്ട്സ് ഇടുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഇതിലൊന്ന് സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടെർമിനലിൽ അല്ലെങ്കിൽ ആ ഒരു ഫോൾഡറിൽ അല്ലെങ്കിൽ VS കോഡൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിനകത്ത് പോയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് പൈത്തൺ സ്പേസ് നിങ്ങളിപ്പോൾ കൊടുത്ത ഫയലിൻ്റെ പേര് hello world.py ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെർമിനലിൽ ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ആയി വരും. സോ ഇപ്പോൾ നിങ്ങൾ ആരും ഒന്നും കൺഫ്യൂസ്ഡ് ആവണ്ട, നമുക്ക് ഒരുപാട് കോഡിങ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ലൈവായിട്ട് കോഡ് ചെയ്യാനുണ്ട്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്തുമാത്രം സിമ്പിളാണ് പൈത്തൺ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലോട്ടേക്ക് പോവാം. നമ്മൾ കുറച്ചുകൂടി ഉള്ളോട്ടേക്ക് കടന്ന് പഠിക്കാൻ തുടങ്ങുകയാണ്. സോ നമ്മൾ ആദ്യം പഠിക്കേണ്ട എന്നാണ്, ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. സോ ഇത് എൻറ്റയർലി ഒരു പൈത്തൺ ക്രാഷ് കോഴ്സാണ്. അതായത് നമ്മൾ എങ്ങനെ പൈത്തൺ ബേസിക് ആയിട്ട് തൊട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ കൊണ്ടുള്ള എയിം. ഇനി നമുക്ക് നോക്കാം ഡാറ്റ ടൈപ്സ് എത്ര തരത്തിലുണ്ട് എന്നുള്ളത് നോക്കാം. സോ നമുക്ക് അതിനൊപ്പം തന്നെ വേരിയബിൾസ് നോക്കിയിട്ട് പോവാം. സോ നമുക്കിവിടെ ആദ്യം നോക്കേണ്ടത് ഏജ് = 25.
അപ്പോൾ നമുക്കറിയാം ഏജ് എന്താണ്, എപ്പോഴും ഒരു നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഇൻഡിജർ ആയിരിക്കും. സോ അതെന്തായിരിക്കും, ഇൻഡിജർ ടൈപ്പ് ആയിരിക്കും, ഇൻഡ്. ഇനി നമുക്കിനി അടുത്ത് നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഹൈറ്റ് ഈക്വൽ ടു 5.9. സോ നമുക്കതറിയാം എപ്പോഴും ഒരു ഫ്രാക്ഷൻ വരുന്ന നമ്പേഴ്സ് ആയിരിക്കും ചില ആൾക്കാരുടെ. ഇപ്പോൾ നമ്മൾ 5.6 ഉണ്ടാവും, 5.8 ഉണ്ടാവും, അങ്ങനെ ഒരുപാട് നമ്പർ. അപ്പോൾ അതിനാണ് നമുക്ക് ഡാറ്റ ടൈപ്പ് ഏതാണ്, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ്. ഇനി നമുക്കൊരു സ്ട്രിങ് കൊടുക്കണം. അതായത് ഇപ്പോൾ ഒരു നെയിം, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നെയിം ഈക്വൽ ടു ജോൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ. സോ ഇവിടെ നെയിം ഈക്വൽ ടു ജോൺ എന്ന് പറയുന്ന കൊടുത്തിട്ട് അതെന്താണ്, ഒരു സ്ട്രിങ് ആണ്. ഇനി അടുത്തൊരു ഡാറ്റ ടൈപ്പാണ്, നിങ്ങൾ അധികം പരിചയമില്ലാത്തൊരു ഡാറ്റ ടൈപ്പാണ്. നമ്മൾ ഈസ് അഡൾട്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഈക്വൽ ടു ട്രൂ. ഇനി അല്ലെങ്കിലോ നമ്മളിവിടെ എന്ത് കൊടുക്കും, ഫോൾസ് കൊടുക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ എന്ത്, ബൂളിയൻ ടൈപ്പ്. ഓക്കെ, ബൂൾ ടൈപ്പ്. ഇനി ഇതിനകത്ത് ട്രൂ എപ്പോഴും ടി ക്യാപിറ്റൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ട്രൂ ആകുമ്പം ടി ക്യാപിറ്റൽ ആയിരിക്കും, ഫോൾസ് ആകുമ്പം എഫ് ക്യാപിറ്റൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ ബൂളിയൻ ഡാറ്റ ടൈപ്പ്. ഇനി നമുക്കിവിടെ നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഏജ് എന്ന് പറയുമ്പോൾ നമുക്ക് 25 ഒറ്റ നമ്പറേ ഉള്ളൂ. ഇനി നമുക്കൊരു കുറേ, അതായത് ഒരു ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് നമ്പേഴ്സിനെ നമ്മൾ വേണമെന്ന് വിചാരിക്കാം. അതായത് ഒരേ ടൈപ്പിലുള്ള കുറച്ച് നമ്പേഴ്സിനെ നമുക്ക് ഒറ്റ പേരിൽ കാണിക്കണം. സോ നമ്മൾ അതിനെ സിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും, അറേ എന്ന് പറയും. അപ്പോൾ നമ്മൾ പൈത്തണിൽ എന്താണ് പറയുന്നത്, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് പറയുമ്പോൾ അതിനെ നമ്മൾ ലിസ്റ്റ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ, പൈത്തണിൽ ലിസ്റ്റ്. സോ നമ്പേഴ്സ് ഈക്വൽ ടു 1, 2, 3, 4, 5. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇതിനകത്തെന്ന് വെച്ചാൽ, നമ്മൾ പൈത്തണിനകത്തുള്ള നമ്പേഴ്സിനെ മൊത്തം ഒരു ലിസ്റ്റ് ആയിട്ട് കൊടുത്തേക്കാണ്. അതൊരു നമ്പേഴ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ടപ്പിളാണ്. ടപ്പിൾ എന്ന് വെച്ചാൽ ഇപ്പൊ നോക്കാം, നമുക്കൊരു ഓർഡർഡ് പെയർസ് ആയിട്ട് കൊടുക്കാം, കോർഡിനേറ്റ്സ് ആയിട്ട് കൊടുക്കാം. ഈ പെയർ ഒരിക്കലും എന്തായിരിക്കില്ല, ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ടപ്പിൾ എപ്പോഴും എന്തായിരിക്കും, ഇമ്മ്യൂട്ടബിൾ ആയിരിക്കും. ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, മ്യൂട്ടബിൾ ആണ്. നമുക്ക് ഈ ഒരു നമ്പേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞ പൊസിഷനിൽ പോയിട്ട് നമുക്ക് വാല്യൂസ് മാറ്റി ചെയ്യാൻ പറ്റും. പക്ഷെ കോർഡിനേറ്റ്സ് ഓഫ് 4 എന്ന് പറഞ്ഞ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതെന്താണ്, ഇമ്മ്യൂട്ടബിൾ ആണ്. ഇനി അടുത്ത് നോക്കാം, ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് പൈത്തൺ ഡോക്യുമെന്റേഷൻ എടുത്തിട്ട് പഠിക്കാം. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കണമെങ്കിൽ ഓൺലൈനിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിസ്റ്റ് ആൻഡ് ടപ്പിൾ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക, കാര്യങ്ങൾ പഠിക്കാം. എപ്പോഴും നമ്മൾ പഠിക്കുമ്പം ഒരു റിസോഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് പേഴ്സൺ ഈക്വൽ ടു, ഇങ്ങനെ നമുക്കിപ്പോൾ കൊടുക്കണം. നെയിം ആലിസ് ആണ്, ഏജ് 30 ആണ്, സിറ്റി വണ്ടർലാൻഡ് ആണ്. സോ ഇങ്ങനെ കൊടുക്കുന്ന സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഡിക്ഷണറി. സോ ഡിക്റ്റ്. ഓക്കെ, നമ്മൾ ഈ ഡിക്റ്റ് ഒക്കെ നമ്മൾ ഭാവിയിൽ ഒരുപാട് സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. ക്ലിയർ ആണല്ലോ. സോ ഇവിടെ നോക്കുക, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിക്ഷണറിനകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ട്, അയാളുടെ നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, സിറ്റി ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ വാല്യൂസ്, കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ഡിക്ഷണറി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കാം, യുണീക്ക് നമ്പേഴ്സ്. അതിന് നമുക്ക് എന്ത് പറയാം, സെറ്റ് എന്ന് പറയാം. ഒരു സെറ്റായിട്ട് നമുക്ക് കൊടുക്കാം, അതായത് 1, 2, 3, 4, 5. അപ്പം ഈ കാര്യങ്ങൾ നോക്കുക. അടുത്തതായിട്ട് പറയാനുള്ള എന്താണ്, കോംപ്ലക്സ് നമ്പർ. ഇതൊരു എല്ലാ ലാംഗ്വേജസിലുള്ളാത്ത പോലെ ഒരു നമുക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ടൊക്കെ പറയാൻ പറ്റുന്ന കാര്യമാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇപ്പം നമുക്ക് ഒരു മാത്തമെറ്റിക്കലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് നമ്പേഴ്സ് A+IB എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കാം, കോംപ്ലക്സ് നമ്പർ ഈക്വൽ ടു 3 + 4G. അപ്പോൾ ഇതെന്ത് ടൈപ്പാണ്, കോംപ്ലക്സ് ടൈപ്പാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾ. സോ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈത്തൻ്റെ ഡോക്യുമെന്റേഷൻ എടുക്കുക, ഓരോന്നായിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കുക. ഇതിൽ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും, ഒരു ലിസ്റ്റ്, ഡിക്ഷണറി, അങ്ങനെ തന്നെ നമ്പേഴ്സ്, ഹൈ, ഫ്ലോട്ട്, സ്ട്രിങ്. അപ്പോൾ സ്ട്രിങ് മാനിപ്പുലേഷനൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്ത് നോക്കാം. സോ ഇതൊരു ക്രാഷ് കോഴ്സ് ആണ്, ഇതിൽ പറയുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. സോ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം. ഇനി നമ്മൾ ഒരു പ്രോഗ്രാം പഠിക്കുമ്പം അതിൻ്റെ ബേസ് തൊട്ട് നമ്മൾ സെറ്റാക്കി പോകണമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്. അപ്പോൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, നമുക്കൊരു കണ്ടീഷൻ വെച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പൈത്തണിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇഫ് ആണ്. ഇഫ് എങ്ങനെ നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്നുള്ളത് നോക്കാം. സോ സിൻടാക്സ് നോക്കുക, സിൻടാക്സ് ഇവിടെ കാണാം. നമുക്ക് ആദ്യം ഇഫ് സ്പേസ് കണ്ടീഷൻ കോളൻ. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ എന്താണ്, കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ. നമുക്ക് ഈ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ നമുക്ക് എന്താണോ ചെയ്യേണ്ടത്
ആ കാര്യങ്ങൾ, ആ ഒരു കോഡ് ബ്ലോക്കിന് നമ്മൾ എന്തുകൂടെ കൊടുക്കണം. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞുതരാം, പൈത്തൺ എന്താണ്, ഒരു ഹൈലി ഇൻഡൻറ്റേറ്റഡ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ ഇൻഡൻറ്റേഷൻ കൊടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. ക്ലിയർ ആണ്, അതിലോട്ടേക്കാണ് വരുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പം ഏജ് ഈക്വൽ ടു 20. എന്താണ് ഏജിനകത്ത് എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്ത് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന വാല്യൂ 20 ആണ്. ഇനി നോക്കാം നമ്മുടെ കണ്ടീഷൻ, ഇഫ് ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 കോളൻ. കണ്ടോ, ഇഫ് കണ്ടീഷൻ കോളൻ. അപ്പം നോക്കാം നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്. ഇഫ് ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ പ്രിന്റ് യു ആർ എൻ അഡൾട്ട്. സോ ഇവിടെ കണ്ടോ, ഈ ഒരു പ്രിന്റ് കൊടുത്തേക്കണം എന്താണ്, കുറച്ച് സ്പേസ് കൊടുത്തതിന് ശേഷമാണ്. സോ ബേസിക്കലി നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ഒരു കോളൻ കഴിഞ്ഞതിന് ശേഷം എൻ്റർ അടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കും, ഒരു ടാബ് കൊടുക്കും. ടാബിനാണ് നമ്മൾ ഇവിടെ ഇൻഡൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അപ്പോൾ പ്രിന്റ്, അപ്പോൾ ഈ ഒരു ഇഫിൻ്റെ താഴത്തോട്ട് കൊടുക്കണം. എപ്പോഴും ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ. സോ ഇഫ് ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുക, ഏജ് ഈക്വൽ ടു 20 ആണ് ഇവിടെ. അപ്പം ഏജ് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 അല്ലേ. സോ യു ആർ എൻ അഡൾട്ട്. ക്ലിയർ ആണല്ലോ. ഇത്രയാണ് ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഇഫ് എൽസ് നോക്കാം. എങ്ങനെയായിരിക്കും നമ്മുടെ ഇഫ് എൽസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ എക്സാമ്പിൾ നോക്കാം. നമുക്ക് ആദ്യം ഒരു ഇഫ് ഉണ്ടായിരിക്കും. സ്ട്രക്ചർ പറയുമ്പം ആദ്യം ഒരു ഇഫ് ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻ നോക്കും, ആ കണ്ടീഷന് ശേഷമുള്ള എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കും, ഒരു എൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൊടുക്കും. ഇനി എൽസ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കണം, ഒരു കോളൻ കൊടുക്കണം. ക്ലിയർ ആണല്ലോ. സോ നമ്മൾ എപ്പോഴും ഈ ഒരു പ്രോഗ്രാം ഒക്കെ നോക്കുന്ന സമയത്ത് എൽസ് കോളൻ പ്രിന്റ് യു ആർ എ മൈനർ. സോ നമുക്ക് ഈ ഒരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കാം, നമ്മുടെ ഏജ് എത്രയാണ്, 15 ആണ്. ഇഫ് ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ നമുക്ക് എന്ത് പറയണം, യു ആർ എൻ അഡൾട്ട് എന്ന് പറയണം. ഇനി ഏജ് അല്ലെങ്കിലോ, ഇതിന്റെ ലെസ് ദാൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയണം, യു ആർ എ മൈനർ എന്ന് പറയണം. സോ ഇവിടെ എന്തുണ്ട്, എൽസ് കണ്ടീഷൻ ഉണ്ട്. ക്ലിയർ ആണല്ലോ. ഒന്നല്ലെങ്കിൽ മറ്റേത്. ആ ഒരു രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോഡിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇഫ് എൽസ് കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, 15 ആണ്. അപ്പോൾ 15 ആകുമ്പം ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണോ, അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇഫ് എൽസ് ഉണ്ടല്ലോ, അപ്പോൾ എൽസിനകത്തോട്ടേക്ക് വരും. ഇനി ഒന്നുമില്ലെങ്കിലോ, ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്യാണ്ട് ഇതിന് താഴെയുള്ള ലൈനിലോട്ടേക്ക് വരും. ഇപ്പോൾ ഒന്നും പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. സോ നിങ്ങൾ ഇവിടെ നോക്കുക, ഇഫ് ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 അല്ലല്ലോ, അപ്പോൾ നേരെ എൽസിലോട്ട് വരും, യു ആർ എ മൈനർ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത നമുക്ക് നോക്കേണ്ടത് എൽ ഇഫ് എന്താന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എൽസ് ഇഫ്. സോ ആ സാധനം തന്നെയാണ് ഇവിടെ എൽ ഇഫ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിനകത്ത് നോക്കുമ്പം സ്കോർ ഇസ് ഈക്വൽ ടു 75 ആണ്. നമ്മുടെ ആ ഒരു വേരിയബിൾ സ്കോർ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ എത്രയാണ്, 75 ആണ്. ഇനി ഇഫ് സ്കോർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണോ നോക്കാം. 90 ആണോ. അപ്പോൾ അതിനുശേഷം ഈ 90 ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം, പ്രിന്റ് എക്സലന്റ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യണം. ഇനി അല്ലെങ്കിലോ നമുക്ക് വേറൊരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യണം. സോ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് കൊടുത്തു, എൽ ഇഫ്. അതായത് നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, അതിൻ്റെ കൂടെ വേറൊരു കണ്ടീഷനും കൊടുക്കണം. ഇനി അത് ഈ 80 അല്ലെങ്കിൽ നമുക്കൊരു 70 ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 70 ആണെങ്കിൽ നമുക്ക് ഒരു എൽ ഇഫ് കൂടി കൊടുക്കാമല്ലോ. എൽ ഇഫ് 70 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്കോർ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം, അങ്ങനെ കൊടുക്കാം. സോ ക്ലിയർ ആണല്ലോ. സോ ഒന്നുകൂടി നോക്കാം, ഞാൻ ഈ ഒരു കോഡ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് സ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണോ നോക്കണം. ആണെങ്കിൽ നമുക്ക് എന്ത് പറയണം, എക്സലന്റ് എന്ന് പറയണം. ഇനി സ്കോർ എൽ ഇഫ് 80 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്കോർ ലെസ് ദാൻ 90 ആണോ നോക്കും. അതായത് ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ സ്കോർ 80ൻ്റെയോ 90ൻ്റെയും ഇടയിലാണോ നോക്കും. ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണോ എന്നാണ് നമ്മുടെ കണ്ടീഷൻ. ആണെങ്കിൽ എന്ത് ചെയ്യണം, ഗുഡ് ജോബ് എന്ന് പറയണം. ഇനി ഇതൊന്നുമല്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇഫ്, അപ്പോൾ എൽ ഇഫ് കഴിഞ്ഞല്ലോ. അപ്പം നമ്മുടെ എക്സിക്യൂഷൻ എന്തായിരിക്കും, നമ്മൾ ഇഫിൻ്റെ അടുത്തുനിന്ന് നേരെ അടുത്ത് എൽസ് ഉണ്ടോ നോക്കും. കാരണം ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്കിവിടെ ആകെ ഒരു എക്സ്ട്രാ കണ്ടീഷൻ കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇതും ഇല്ല. അപ്പം എന്ത് ചെയ്യും, നമ്മളെ കൺട്രോളർ പോയിട്ട് എവിടെ പോകും, നമ്മളെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഇവിടെ നിന്ന് എൽസിനകത്തോട്ടേക്ക് വരും. അപ്പോൾ എന്ത് കൊടുക്കൂ, യു ക്യാൻ ഡു ബെറ്റർ. സോ നമ്മുടെ സ്കോർ എത്രയാണ്, 75 ആണ്. ഇനിയിപ്പോൾ നമ്മുടെ സ്കോർ ഒരു 85 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഗുഡ് ജോബ് എന്ന് വരും. ഇനി നമ്മുടെ സ്കോർ ഒരു 92 ആണെങ്കിലോ നമുക്കിവിടെ എന്ത് കിട്ടും, എക്സലൻ്റ് എന്ന് കിട്ടും. അപ്പോൾ എൽ ഇഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്തു, അതിനുശേഷം നമുക്ക് വേറൊരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യണം. ഇനി അതും ചെക്ക് ചെയ്യണം.
ഇനി അതിനുശേഷം വേറൊരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എലിഫ് യൂസ് ചെയ്യാം. ഇനി ഈ എലിഫ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു എൽസ് ഉണ്ടായിരിക്കണം. അത് എന്തിൻ്റെ ആയിരിക്കും? നമ്മൾ ആദ്യം കൊടുത്ത ഇഫിൻ്റെ എൽസ് പാർട്ടായിരിക്കും. ഇപ്പോൾ ക്ലിയർ ആണല്ലോ? ഈ പ്രോഗ്രാം ഒക്കെ ഒന്ന് ജസ്റ്റ് കോഡിൽ എഡിറ്ററിലോ അല്ലെങ്കിൽ VS കോഡോ ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ആ ഒരു കോഡ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. സോ ഇതൊരു ബേസിക് കോഴ്സ് ആയതിനെക്കൊണ്ട് അധിക കാര്യങ്ങളിലോട്ടേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലോട്ടേക്ക് പോകാം. ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം പഠിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് യൂസറിൻ്റെ അടുത്ത് നിന്ന് നമ്മളെ ഇൻപുട്ട് റീഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് 3 കാറ്റഗറി ആയിട്ട് പഠിക്കാനുണ്ട്, 3 കാറ്റഗറി ആയിട്ട് നോക്കാനുണ്ട്. സോ ആദ്യം നമ്മൾ നെയിം ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക? ഈ ഒരു എൻ്റർ യുവർ നെയിം കോളൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ എൻ്റർ ചെയ്യാനും പറ്റും. നമ്മൾ എന്താണോ എൻ്റർ ചെയ്യുന്നത് അത് നമ്മൾ എന്ത് വേരിയബിളിനകത്ത് വരും? ഈ ഒരു നെയിം വേരിയബിളിനകത്ത് വരും. സോ നമ്മളിപ്പോൾ എൻ്റർ യുവർ നെയിം എന്ന് കൊടുക്കുമ്പോൾ XYZ എന്ന് കൊടുത്താൽ നെയിമിനകത്തുള്ള വേരിയബിൾ എന്തായിരിക്കും? XYZ ആയിരിക്കും. ഇനി ഇതിന് നമ്മൾ ഈ ഒരു ഇൻപുട്ട് എന്ന് മാത്രം കൊടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ഇത് ജസ്റ്റ് നമ്മൾ ഒരു സ്ട്രിങ് റീഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ കണ്ടോ, ഏജ് ഈക്വൽ ടു ഇൻഡ് ഓഫ് ഇൻപുട്ട് എൻ്റർ യുവർ ഏജ് എന്ന് കൊടുത്തു. കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും, പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. സോ ഇൻപുട്ട് എൻ്റർ യുവർ ഏജ്. സോ നമ്മളിവിടെ എന്താണോ എൻ്റർ ചെയ്യുന്നത് അത് എന്തായിരിക്കും? ഒരു സ്ട്രിങ് ആയിരിക്കും. കാരണം ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തിന് മാത്രമുള്ള സ്ട്രിങ് മാത്രമേ റീഡ് ചെയ്യുള്ളൂ. സോ ആ ഒരു ഇൻപുട്ടിനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്? ഇൻഡിജർ ആക്കി മാറ്റുകയാണ്. അത്രേ ഉള്ളൂ. മനസ്സിലാക്കുക. ഇൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ യുവർ ഏജ് എന്ന് കൊടുത്തല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഒരു 25 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഏജ് 25 ആണെങ്കിൽ അത് എന്തായിട്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ റീഡ് ചെയ്യുന്നത്? ഒരു സ്ട്രിങ് ആയിട്ടായിരിക്കും. ആ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ എന്താക്കി മാറ്റാൻ പോവാണ്? ഇൻഡിജർ ആക്കി മാറ്റാൻ പോവാണ്. സോ നമ്മളൊരു ടേം കൂടി പഠിച്ചിരിക്കുകയാണ്. വാട്ട് ഈസ് ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ ടൈപ്പ് കോയഷൻ. സോ നമുക്കിവിടെ നോക്കാം. നമുക്കിവിടെ എന്തുണ്ട്? നമ്മളൊരു ഇൻറ്റിജർ ആക്കാൻ പോവാണ്. അതായത് നമ്മളൊരു ഡാറ്റ ടൈപ്പിൽ നിന്ന് വേറൊരു ടൈപ്പിലോട്ടേക്ക് മാറ്റുകയാണ്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രിങ് മാത്രമേ എടുക്കുകയുള്ളൂ. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് എടുത്തു? അതിനൊരു ഇൻഡിജർ വാല്യൂ ആക്കിയിട്ട് മാറ്റി. അപ്പോൾ സ്ട്രിങ്ങിനെ എടുത്തിട്ട് ഇൻഡിജർ ആക്കി. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതേപോലെ നമുക്കൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ റീഡ് ചെയ്യണം. സോ നമുക്ക് അറിയാം, ഇവിടെ എൻ്റർ യുവർ ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് എന്ന് കൊടുത്തു. ഇപ്പം ഞാൻ 5.9 എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അത് എന്തായിട്ടായിരിക്കും ഈ ഒരു ഇൻപുട്ടിനകത്ത് റീഡ് ആവുന്നത്? ഒരു സ്ട്രിങ് ആയിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രിങ്ങിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ എന്താക്കി കൺവേർട്ട് ചെയ്യും? നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പേര് എങ്ങനെ റീഡ് ചെയ്യും? സോ നമ്മൾ ആദ്യം ഇൻപുട്ട് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യും. ഇനി നമുക്കൊരു നമ്പർ റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? അതിനെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം? ഇൻഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ യൂസർ ഇൻപുട്ട് എടുക്കുന്ന രീതി. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു കോഡ് ചെയ്യുന്ന സമയത്ത് വൃത്തിയായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലോട്ടേക്ക് കടക്കാം. സോ നമുക്ക് അടുത്തത്, നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈ ഒരു ഫംഗ്ഷൻ, മാപ്പ് ഫംഗ്ഷൻ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. സോ മാപ്പ് ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ അധികം ഒന്നും വറീഡ് ആവണ്ട. ഇത് ഭയങ്കര സിമ്പിളാണ്. കാര്യങ്ങൾ കാണുമ്പോൾ ഒരുപാടുള്ള പോലെ തോന്നും, പക്ഷെ ഭയങ്കര സിമ്പിളാണ്. ഇവിടെ നോക്കുക, ഇവിടെ വേർഡ്സ് ഈക്വൽ ടു നമ്മളൊരു എന്താണ് ഇതിന് പറയുന്ന പേര്? സോ ഇതാണ് നമ്മുടെ ലിസ്റ്റ്. ഓക്കെ, വേർഡ്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിനകത്ത് ഫസ്റ്റ് എലമെന്റ് എന്താണ്? ആപ്പിൾ ആണ്. പിന്നെ ബനാന, ഓറഞ്ച്, ഗ്രേപ്പ്. സോ നമ്മളിൽ ഇപ്പോൾ 4 എലമെന്റ്സ് ഉള്ള ഒരു ലിസ്റ്റ് ഉണ്ട് കയ്യിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഇവിടെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു എഴുതിയേക്കുന്നത് മൊത്തം ലോവർ കേസ് ലെറ്റേഴ്സിലല്ലേ. എനിക്കിതിനെ മൊത്തം എന്തുണ്ട്? ഒരു അപ്പർ കേസിലോട്ടേക്ക് മാറ്റണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് മാപ്പ് ഫംഗ്ഷൻ എടുത്തിട്ട് നമ്മളെ യൂസിങ് മാപ്പ് ടു കൺവേർട്ട് ഈച്ച് വേർഡ് ഇൻ ടു അപ്പർ കേസ്. സോ നമുക്കിവിടെ മാപ്പിനകത്ത് ജസ്റ്റ് str എന്ന് പറഞ്ഞൊരു ചെറിയൊരു വേരിയബിൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. str.upper എന്ന് കൊടുത്തു. എന്നിട്ട് ഈ str എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? ഈ ഒരു വേർഡ്സിലുള്ള ഓരോ എലമെന്റ്സിനെയും അത് എന്തായിട്ട് എടുക്കും? str-ലോട്ട് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ടു അപ്പർ. അപ്പോൾ നമുക്ക് സ്ട്രിങ് ഫംഗ്ഷൻസിനകത്ത് ടു അപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ.
സെയിം ഫംഗ്ഷനാലിറ്റി ആണ് പൈത്തണിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡോട്ട് അപ്പർ. ക്ലിയർ ആണല്ലോ? ഡോട്ട് അപ്പർ. സോ നമ്മളിവിടെ ഇപ്പോൾ ഒരു ഫോർ ലൂപ്പ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഐ വെച്ചിട്ട് എടുക്കാറില്ലേ, അതേപോലെ കൺസെപ്റ്റിൽ ആലോചിക്കുക. str ഡോട്ട് അപ്പർ കോമ വേർഡ്സ്. സോ നമ്മൾ ഈ ഒരു വേർഡ്സ് എന്ന് പറഞ്ഞ അറയില് അല്ലെങ്കിൽ ലിസ്റ്റില് എല്ലാ എലമെന്റ്സിനെയും എടുക്കും. ഈ ഒരു മാപ്പ് റൺ ആയി തീരുമ്പോഴത്തേക്ക് എല്ലാ എലമെന്റ്സിനും എടുക്കും. അപ്പോൾ എക്സാമ്പിളിൽ ഫസ്റ്റ് എലമെന്റ് ആപ്പിൾ ആണ്. സോ ആപ്പിൾ എന്തിനുണ്ട്? str-ലുണ്ട്. str-ന് എന്ത് ചെയ്തു? അതിനെ അപ്പർ ചെയ്തു, അതായത് അപ്പർ കേസിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ നമുക്കിവിടെ എന്തുണ്ട്? അപ്പർ കേസിലുള്ള വാല്യൂസ് നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്തത്, ഇപ്പൊ നമ്മളിപ്പോ എന്താണ്, നമ്മളിൽ ഒരു മാപ്പാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു മാപ്പിനെ എനിക്കൊരു ലിസ്റ്റ് ആയിട്ട് കിട്ടണം. പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ ഇത് ഭയങ്കര സിമ്പിൾ ആണ്. ഇതൊക്കെ ചെയ്തു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ കിട്ടും. അപ്പൊ നോക്കുക, ഇവിടെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അപ്പോൾ ഇവിടെ ഇപ്പൊ ഉണ്ടായിരിക്കുക str ഡോട്ട് അപ്പർ വേർഡ്സ്. അപ്പൊ നമ്മൾ ഈ ഒരു മാപ്പ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേർഡ്സും എന്തിലായിട്ട് ഉണ്ടായിരിക്കാം? ഒരു അപ്പർ കേസ് ലെറ്റേഴ്സിലായിരിക്കും. ഈ ആപ്പിളും ബനാനയും ഓറഞ്ചും എല്ലാം അപ്പർ കേസ് ലെറ്റേഴ്സിലായിരിക്കും. ഇനി കൺവേർട്ടിംഗ് ദ റിസൾട്ട് ഇൻ ടു എ ലിസ്റ്റ് ഫോർ വിസിബിലിറ്റി. നമുക്ക് കുറച്ചുകൂടി എന്താണ്, നമുക്കൊരു യൂസേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് പോലെ ആക്കണം. അപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റിസൾട്ട് ലിസ്റ്റ് ഈക്വൽ ടു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വേരിയബിൾ നമ്മളിവിടെ എന്താണ്, അതൊരു മാപ്പാണ്. ആ മാപ്പിനെ നമ്മൾ ഇങ്ങനെ ലിസ്റ്റ് ആക്കി, നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻഡ് കൊടുത്ത് നമ്മൾ എന്താക്കും, അതിനെ ഇൻഡിജറിലോട്ടേക്ക് ആക്കും. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ആകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? സോ ഇവിടെ നോക്കുക, ലിസ്റ്റ് അപ്പർ കേസ് വേർഡ്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഇതെന്തായിരിക്കും? ഇതൊരു ലിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതെന്താണ്? ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. നമ്മൾ ടൈപ്പ് മാറ്റില്ലേ, ഇവിടെ മാപ്പ് എന്നുള്ളൊരു ടൈപ്പിൽ നിന്ന് നമ്മൾ എന്താക്കി മാറ്റുകയാണ്? ലിസ്റ്റ് ആക്കിയിട്ട് മാറ്റാണ്. ഇനി ഇത് നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കുക. സോ പ്രിന്റ് റിസൾട്ട് അണ്ടർസ്കോർ ലിസ്റ്റ്. അപ്പോൾ ഇതൊന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കുക, എന്നിട്ട് ഔട്ട്പുട്ട് കിട്ടുക. ഔട്ട്പുട്ട് നിങ്ങൾ എഴുതി നോക്കുക, അല്ലെങ്കിൽ നിങ്ങളിതൊന്ന് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കുക? നമ്മുടെ ഔട്ട്പുട്ട് വരുമ്പം ഈ എല്ലാ ലിസ്റ്റും, ഈ ലിസ്റ്റിലുള്ള എല്ലാ എലമെന്റ്സും അപ്പർ കേസിലായിട്ടായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് കിട്ടുക. ഇനി നമുക്ക് അടുത്തൊരു കാര്യത്തിലോട്ടേക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് കോഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻസ് ആണ് മാപ്പ് ഫംഗ്ഷനും സ്പ്ലിറ്റ് ഫംഗ്ഷനും. സോ നമ്മൾ ഒരുപാട് സ്ട്രിംഗ് മാനിപ്പുലേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ആവും, പക്ഷെ നിങ്ങൾ വൺസ് അതൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കുക, നമ്മളിൽ ഇവിടെ എന്തുണ്ട്? ഒരു സ്ട്രിങ് ഉണ്ട്. ഇതെന്താണ്? ഇതെന്ത് ടൈപ്പാണ്? ഒരു സ്ട്രിങ് അല്ലേ? നമ്മളിവിടെ കോമ വെച്ചിട്ടുള്ള ഒരു സ്ട്രിങ് ആണ്. അതെന്തായിരിക്കും? ഒറ്റൊരു വേർഡായിട്ടായിരിക്കും പ്രിന്റ് ആവുന്നത്. ഇനി നമുക്കിതിന് എന്താക്കണം? ഒരു ലിസ്റ്റ് ആക്കി മാറ്റണം. ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? കോമ സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കില്ലേ എല്ലാ എലമെന്റ്സും വരിക. സോ നമ്മുടെ ലിസ്റ്റ് വരുമ്പം നമ്മൾ എങ്ങനെയായിരിക്കും? ആപ്പിൾ, ബനാന, ഓറഞ്ച്, ഗ്രേപ്പ്. ആപ്പിൾ, ബനാന, ഓറഞ്ച്, ഗ്രേപ്പ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ എലമെന്റ് ആക്കി സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ വരണം. അതാണ് നമ്മുടെ എയിം. അപ്പോൾ നമുക്കിവിടെ സ്പ്ലിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പം ഇവിടെ നോക്കുക, ഫ്രൂട്ട്സ് അണ്ടർസ്കോർ ലിസ്റ്റ് ഈക്വൽ ടു വേരിയബിൾ കൊടുക്കാം. ഇനി ഇൻപുട്ട് അണ്ടർസ്കോർ സ്ട്രിങ്, അതാണല്ലോ നമ്മുടെ എന്ത്, നമ്മുടെ ആ ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന വേരിയബിൾ എന്താണ്? ഇൻപുട്ട് അണ്ടർസ്കോർ സ്ട്രിങ് ആണ്. സോ അതിന് നമ്മൾ എന്ത് ചെയ്തു? ഡോട്ട് സ്പ്ലിറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തു. ഡോട്ട് സ്പ്ലിറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുത്തു? നമുക്ക് എന്തായിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടത്? ഈ ഒരു കോമ ഉള്ള ഭാഗം സെപ്പറേറ്റ് ചെയ്യണം, കോമ. സോ നമ്മൾ ആ ഒരു കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും ഉണ്ടാവുക? നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നമ്മുടെ മാപ്പ് ഫംഗ്ഷനകത്ത് കണ്ട ഈ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിസ്റ്റ് കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് എന്തായിട്ട് കിട്ടും? ഒരു ലിസ്റ്റ് ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ സ്പ്ലിറ്റ് ഫംഗ്ഷന്റെ യൂസേജ്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ഭയങ്കര എളുപ്പമാണ്. സ്പ്ലിറ്റ് ഫംഗ്ഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമുക്കിവിടെ എന്തിട്ട് നമ്മളെ ഫ്രൂട്ട്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാം നമുക്ക്. ഇനി നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഒരു ലൂപ്പ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലൂപ്പ് എന്താണ്? നമുക്കൊരു കാര്യം റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യണം, അതായത് കുറച്ച് ഐട്രേഷൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യണം. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളെ ഒരു ഫോർ ലൂപ്പ് നമുക്ക് ഇതിനകത്ത് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫോർ ലൂപ്പ് ആണ്. സോ ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റ് ഫോർ, ഇതിന്റെ സിൻടാക്സ് നോക്കുക. ഫോർ വേരിയബിൾ ഇൻ റേഞ്ച് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ്.
സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷേ ഭയങ്കര സിമ്പിളാണ്. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ റേഞ്ച് ഫംഗ്ഷൻ നമുക്കുള്ള അതിനുള്ള 3 പാരാമീറ്റേഴ്സ് ആക്സെപ്റ്റ് ചെയ്യും. സ്റ്റാർട്ട് ഉണ്ട്, സ്റ്റോപ്പ് ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കുക, ലൂപ്പ് ഫ്രം 2 to 10 വിത്ത് സ്റ്റെപ്പ് ഓഫ് 2. അതായത് 2 മുതൽ 10 വരെ നമുക്ക് 2 വിട്ടിട്ടുള്ള, അതായത് 2 വെച്ചിട്ടുള്ള നമ്പേഴ്സ് പ്രിന്റ് ചെയ്യണം. അപ്പോൾ അതിലുള്ള ഒരു പ്രോഗ്രാം പൈത്തണിൽ എഴുതുമ്പം നമുക്ക് ബേസിക്കലി 2 ലൈൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം നോക്കുക, നമ്മളെ സ്ട്രക്ചർ നോക്കുമ്പം 4i ഇൻ റേഞ്ച് കൊടുത്തു. അതാണ് നമ്മുടെ ഐ എന്താണ്, നമ്മുടെ ഐട്രേറ്റിംഗ് വേരിയബിൾ ആണ്. ക്ലിയർ ആണല്ലോ? ഫോർ ഐ ഇൻ റേഞ്ച് 2, 10, 2. സോ നമുക്കറിയാം എന്താണ് നമ്മുടെ റേഞ്ച് ഫംഗ്ഷനകത്തുള്ള 3 പാരാമീറ്റേഴ്സ്. ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒഴിവാക്കാം വേണമെങ്കിൽ. പക്ഷെ നിങ്ങൾ അതിപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, ഈ ഒരു ഫോർമാറ്റിൽ പഠിച്ചു വെക്കുക. ഫോർ ഐ ഇൻ റേഞ്ച് 2, 10, 2. അപ്പോൾ 2 എന്താണ്, സ്റ്റാർട്ടാണ്. സെക്കൻഡ് പാരാമീറ്റർ എന്താണ്, സ്റ്റോപ്പ് ആണ്. അടുത്ത എന്താണ്, സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ, നമുക്ക് സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ്, ഇത് ഓർത്ത് വെക്കുക. അപ്പം നമ്മളത് എപ്പോഴും തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. എപ്പോൾ അവസാനിക്കണം, 10 ആവുമ്പോൾ നിൽക്കണം. ഇനി എപ്പോൾ വരെ പോകണം, ഏതെങ്കിലും എങ്ങനെ, ഏതൊക്കെ വെച്ചിട്ട്, 1 വെച്ചിട്ട് മാറണോ, 2 വെച്ചിട്ട് മാറണോ, 3 വെച്ചിട്ട് മാറണോ. അതായത് നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ 2 മുതൽ 10 വരെ 2 ഇടവിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ അതിന് ശേഷം നമ്മൾ എന്ത് കൊടുത്തു, നിങ്ങൾ ഈ ഫോർ ലൂപ്പും ഇഫും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു കോളൻ കൊടുക്കാൻ മറന്നു പോരുത്. ഫോർ ഐ ഇൻ റേഞ്ച് നമ്മൾ കണ്ടീഷൻ കൊടുത്തു, കോളൻ കൊടുത്തു. അതിനുശേഷം എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചിട്ട് നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു ടാബ് സ്പേസ് ഉണ്ട്. അതായത് ഇൻഡന്റേഷൻ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം വർക്ക് ചെയ്യില്ല. സോ ഇവിടെ എന്തുണ്ട്, ഒരു ഇൻഡന്റേഷൻ ഉണ്ട്. ഒരു ടാബ് പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മളെ പ്രിന്റ് ഐ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് വരുന്നത് എന്തായിരിക്കും, സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, 2 അല്ലേ. അപ്പോൾ ഫസ്റ്റ് 2ൽ തുടങ്ങി. രണ്ടാമത്തെ വേരിയബിൾ എന്തായിരിക്കും, 4 ആയിരിക്കും. പിന്നെ അടുത്ത് കഴിഞ്ഞാൽ 4 കഴിഞ്ഞാൽ പിന്നെ ഏതായിരിക്കും വരിക, നമ്മൾ വരുന്നത് 6 ആയിരിക്കും. 6 കഴിഞ്ഞാൽ ഏതായിരിക്കും വരിക, 8 ആയിരിക്കും. 8 കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, 10 ആയിരിക്കും. അപ്പോൾ 10 കഴിഞ്ഞിട്ട് 12 വരുമ്പം ഇത് എക്സിക്യൂട്ട് ആവുമോ, ഇല്ല. കാരണം നമ്മുടെ സ്റ്റോപ്പ് എത്രയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കണേ, 10 ആണ്. ഇനി ഞാനിപ്പോൾ നിങ്ങളോട് പറയാണ്, ഈ 2 to 10 4 വെച്ചിട്ടുള്ള ഡിഫറൻസിൽ വെച്ചിട്ടുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താക്കി കൊടുത്താൽ മതി, 4 ആക്കി കൊടുത്താൽ മതി. ഇനി ഇത് കൊടുത്തില്ല എന്ന് വിചാരിക്കുക, ഈ ഒരു 2 കൊടുത്തില്ല എന്ന് വിചാരിക്കുക, നമ്മൾ സ്റ്റാർട്ടും സ്റ്റോപ്പും മാത്രം കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ പ്രിന്റ് ചെയ്യുന്നത് എന്തായിരിക്കും, 2 to 10 വരെ എന്ത് പ്രിന്റ് ചെയ്യും, നമ്മുടെ ഈ ഒരു ഈ ഫോർ ലൂപ്പിനുള്ളിലുള്ള ഐ പ്രിന്റ് ചെയ്യും. അതായത് 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ പ്രിന്റ് ചെയ്യും. അപ്പോൾ ഫോർ ലൂപ്പ് കുറച്ചുകൂടി ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി നമ്മളൊരു കോഡിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പം ഇക്കാര്യം മനസ്സിലാവും. അപ്പോൾ ഇപ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമുക്ക് 3 പാരാമീറ്റേഴ്സ് ഉണ്ട്, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നമുക്ക് എന്തില്ല, മാൻഡേറ്ററി അല്ല, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തോന്നുമ്പോൾ മാത്രം യൂസ് ചെയ്യുക. അതായത് നമുക്ക് ചിലപ്പോൾ നമുക്ക് ചില കണ്ടീഷൻസിലൊക്കെ നമുക്ക് 2 ഇടവിട്ട് അല്ലെങ്കിൽ 4 ഇടവിട്ടുള്ള നമ്പേഴ്സ് മാത്രം മതി. അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം, സ്റ്റെപ്പ് 2 ആക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഓഡ് ഓർ ഈവൻ നമ്പേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ നമുക്കിത് ഈ ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സോ അതാണ് ഫോർ ലൂപ്പ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്കതിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പറയുമ്പോൾ, ഫോർ ഐ ഇൻ ഒരു ലിസ്റ്റിനകത്ത് നമ്മളിപ്പോൾ ഐട്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫോർ ഐ ഇൻ റേഞ്ച് ഫംഗ്ഷൻ്റെ ആവശ്യമില്ല, ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഫോർ ഐ ഇൻ ലിസ്റ്റ്, ആ ലിസ്റ്റിൻ്റെ പേരെന്താണ്, ഫോർ ഐ ഇൻ. നമ്മളിപ്പോൾ വേർഡ്സ് എന്ന് കൊടുത്തിട്ട് കോളം കൊടുത്തിട്ട് പ്രിന്റ് ഐ എന്ന് കൊടുത്താൽ ആ ഒരു ലിസ്റ്റിനകത്തുള്ള മൊത്തം വാല്യൂസും പ്രിന്റ് ചെയ്യാൻ പറ്റും. സോ ഒരു കോഡ് എഡിറ്റർ എടുക്കുക, അതിനകത്ത് ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഫോർ ഐ ഇൻ റേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും ഇപ്പോൾ ഒരു ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഐട്രേറ്റ് ചെയ്തിട്ട് ആ ലിസ്റ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സും പ്രിന്റ് ചെയ്ത് നോക്കുക. സോ ഇറ്റ് ഈസ് എൻ എക്സസൈസ് ഫോർ യു ഗൈസ്. അപ്പം ആ ഒരു സാധനം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താണ് ഈ ഒരു ഫോർ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇനി നമ്മൾ നോക്കുന്നത് വൈൽ ലൂപ്പാണ്. സോ വൈൽ ലൂപ്പ് എന്താണ്, നമ്മളൊരു വൈൽ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. സോ വൈൽ കണ്ടീഷനകത്ത് നമ്മൾ എന്തുണ്ടായിരിക്കും, കോഡ് ബ്ലോക്ക് ടു ബി എക്സിക്യൂട്ടഡ് ആസ് ലോങ് ആസ് ദ കണ്ടീഷൻ ഇസ് ട്രൂ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ട്രൂ ആവുന്ന വരെയുള്ള
നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ആ കണ്ടീഷൻ എടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം. സെയിം ആസ് നമ്മുടെ ഫോർ ലൂപ്പ്. നമ്മുടെ ഫോർ ലൂപ്പിൽ നമുക്ക് അറിയാലോ ഒരുപാട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫോർ ലൂപ്പിൽ ചെയ്യും. ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുമ്പം കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളിവിടെ എന്ത് ചെയ്തു, ഇനീഷ്യലൈസിങ് എ വേരിയബിൾ കൗണ്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് എന്ത് നമ്മുടെ ഐട്രേറ്റിംഗ് വേരിയബിൾ. അതായത് നമ്മൾ കൂടുതൽ ഐട്രേറ്റ് ചെയ്ത് പോകുന്നത് എങ്ങനെയായിരിക്കും, കൗണ്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും. ഇനി ഇവിടെ നോക്കാം, വൈൽ ലൂപ്പ് വിത്ത് എ കണ്ടീഷൻ. സോ വൈൽ ലൂപ്പിൽ നമുക്ക് എന്തുണ്ട്, ഒരു കണ്ടീഷൻ കൊടുക്കണം. സോ വൈൽ കണ്ടീഷൻ നമ്മളിപ്പോൾ സിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ബ്രാക്കറ്റ് ഒക്കെ കൊടുക്കേണ്ട മാൻഡേറ്ററി ആണ്. സോ ഇവിടെ എന്തില്ല, അങ്ങനെ ഒരു കാര്യമില്ല, നമുക്ക് ബ്രാക്കറ്റ് കൊടുത്തിട്ടും കൊടുക്കാണ്ടും ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വൈൽ കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇപ്പം നമ്മുടെ കണ്ടീഷൻ എന്താണ്, കൗണ്ട് 5 വരെ പോകാൻ പാടുള്ളൂ. ഓക്കെ, പ്രിന്റ് കൗണ്ട് ഒന്ന് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഐട്രേറ്റിംഗ് വേരിയബിളിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്രിമെന്റ് ചെയ്യണം. അതായത് ഓരോ പ്രാവശ്യം നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്ന കഴിയുമ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഇൻക്രിമെന്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? നമ്മുടെ കൗണ്ട് വാല്യൂ ഇവിടെ നിന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുന്ന കണ്ടീഷൻ ട്രൂ ആവുന്ന വരെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പം നമുക്ക് എക്സാമ്പിൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇപ്പം ഫസ്റ്റ് ഇനീഷ്യലി എന്താണ്, കൗണ്ട് ഈക്വൽ ടു 1 ആണ്. സോ നമ്മുടെ കൗണ്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണല്ലോ. സോ ഇറ്റ് വിൽ പ്രിന്റ് എ കൗണ്ട്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യും, 1 എന്ന് പ്രിന്റ് ചെയ്യും. ഇനി നമുക്കിനി കൗണ്ടിന് ഒന്നുകൂടി ഇൻക്രിമെന്റ് ചെയ്തു. കൗണ്ടിന് ഇൻക്രിമെന്റ് ചെയ്താൽ അതെന്തായി, 2 ആയി. കൗണ്ട് ഈക്വൽ ടു 2 ആയി. സോ കൗണ്ടിന് 2 എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണല്ലോ, കണ്ടീഷൻ ട്രൂ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രിന്റ് കൗണ്ട് പ്രിന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എന്ത് പ്രിന്റ് ചെയ്യും, 2 പ്രിന്റ് ചെയ്യും. അങ്ങനെ 3 പ്രിന്റ് ചെയ്യും, 4 പ്രിന്റ് ചെയ്യും, 5 പ്രിന്റ് ചെയ്യും. അപ്പോൾ 5 പ്രിന്റ് ചെയ്തതിനു ശേഷം നമ്മുടെ കൗണ്ടിന്റെ വാല്യൂ എന്താക്കും, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, കൗണ്ട് പ്ലസ് ഓർ ഈക്വൽ ടു 1 കൊടുത്തു. അപ്പോൾ എന്ത് കൊടുത്തു, അപ്പോൾ നമ്മുടെ വാല്യൂ എന്തായി മാറും, 6 ആവും. അപ്പോൾ 6 ആയിട്ട് വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്, 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ, അല്ല, 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ നമുക്ക് എന്തില്ല, ഈ ഒരു ലൂപ്പിനകത്തോട്ടൊക്കെ കയറുമോ, ഇല്ല. സോ നമ്മുടെ ഈ ഒരു ലൂപ്പിനകത്തോട്ട് കയറാണ്ട് നമ്മുടെ വൈൽ ലൂപ്പിന്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വൈൽ ലൂപ്പിലെ കാര്യങ്ങൾ. വൈൽ ലൂപ്പ് ഭയങ്കര സിമ്പിളാണ്. എന്താ, നമുക്ക് ആദ്യം ഒരു വൈൽ കൊടുക്കണം, ആദ്യം നമുക്ക് എന്ത് കൊടുക്കണം, ഒരു വേരിയബിൾ കൊടുക്കണം. ഇറ്ററേറ്റിംഗ് വേരിയബിൾ ആണത്, കൗണ്ട് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്താണ്, ആ കൗണ്ടിന്റെ വേരിയബിൾ വെച്ചിട്ട് ഒരു കണ്ടീഷൻ കൊടുത്തു. അപ്പം നമുക്കൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. സോ വൈൽ കണ്ടീഷൻ. സോ കണ്ടീഷൻ കൊടുത്തിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു വേരിയബിൾ എങ്ങനെ ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്, എത്ര തവണ ഇൻക്രിമെന്റ് ചെയ്യണം എന്നുള്ള കാര്യം കൊടുത്തു. കൗണ്ട് പ്ലസ് ഓർ ഈക്വൽ ടു 1. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ വൈൽ ലൂപ്പ്. ഇതൊന്നും ഞാനിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ നിങ്ങളതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവും. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്, സോ നമുക്കിനി അടുത്തതായിട്ട് ഒരു അസൈൻമെന്റ് ചെയ്ത് നോക്കാം. സോ ഇത് ഭയങ്കരമായിട്ട് എളുപ്പമുള്ള ഒരു അസൈൻമെന്റ് ആണ്. ഇവിടെ നോക്കുക, നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു തരാം. ഇമാജിൻ യു ആർ ബിൽഡിംഗ് എൻ ഓൺലൈൻ ഷോപ്പിംഗ് കാർട്ട് ആപ്ലിക്കേഷൻ. ഡിസൈൻ എ ഡാറ്റ സ്ട്രക്ചർ ടു റെപ്രസെന്റ് എ ഷോപ്പിംഗ് കാർട്ട് ഫോർ എ യൂസർ. The card should include information about the items the user want to purchase, such as product, names, quantities, price and total cost. ഇതാണ് നിങ്ങളുടെ ടാസ്ക്. സോ ഇതിന് നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും? സോ അതിന് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു സ്റ്റെപ്സ് തന്നേക്കുന്നത്, കുറച്ചുകൂടി നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദ ക്രിയേറ്റ് എ ലിസ്റ്റ് ടു സ്റ്റോർ ദ നെയിംസ് ഓഫ് പ്രോഡക്റ്റ് ദ യൂസർ വാണ്ട്സ് ടു പർച്ചേസ്. സോ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം എന്താണ്, create a dictionary to represent the quantity of each product the user wants to buy. The key of the dictionary should correspond to the product names. So product name അതിന് എന്ത് കൊടുക്കണം, ഡിക്ഷണറി വാല്യൂ എന്ത് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി അടുത്തത് രണ്ടാമത്, ക്രിയേറ്റ് എ ഡിക്ഷണറി ടു സ്റ്റോർ ദ പ്രൈസസ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ്. ദ കീ ഷുഡ് ഓൾസോ ദ പ്രോഡക്റ്റ് നെയിംസ്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ കോസ്റ്റ് of the items in the cart by multiplying the quantity of each product by its price and summing up the results. So display the summary of the shopping cart, include product names, quantities, price and total cost. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ഷോപ്പിംഗ് കാർട്ട് ചെയ്യണം. ആ ഷോപ്പിംഗ് കാർട്ട് ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക്
എന്തുണ്ടായിരിക്കണം, ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം. എന്താണ് നെയിം ഓഫ് ദി പ്രോഡക്ട്സ് ഓഫ് ദി യൂസർ വാണ്ട്സ് ടു പർച്ചേസ്, നമുക്ക് എന്തൊക്കെയാണ് മേടിക്കേണ്ടത് എന്നുള്ള ഐറ്റംസ്. അടുത്തതായിട്ട് വേണ്ട എന്താണ്, ഒരു ഡിക്ഷണറി ഉണ്ട്. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ദ യൂസർ വാണ്ട്സ് ടു ബൈ. ഇപ്പോൾ ഒരു നമ്മുടെ ഒരു ലിസ്റ്റിനകത്തുള്ളത്, ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മേടിക്കണം, പെന്ന്, ബുക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ലിസ്റ്റിനകത്ത്. അതിനകത്തുള്ള ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി, ഇപ്പോൾ ഒരു ബുക്ക് ഒരു 5 എണ്ണം വേണം, പെൻ ഒരു 10 എണ്ണം വേണം. സോ അങ്ങനെയുണ്ട്. ഇനി നമുക്കൊരു വേറെ ഒരു ഡിക്ഷണറി ഉണ്ടാക്കണം, പ്രൈസസ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ്. അതായത് ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് കാണിക്കാനുള്ള ഒരു പ്രൈസ് ഡിക്ഷണറി നമുക്ക് വേണം. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ടോട്ടൽ കോസ്റ്റ് യൂസ് ചെയ്യണം. യൂസിങ് ഫോർ ലൂപ്പ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാം. ഇറ്ററേറ്റ് ചെയ്യുന്നതും ആ ഒരു വാല്യൂസ് എടുക്കുന്നതും ഒക്കെ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. സോ ഈ ഒരു അസൈൻമെൻറ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ അടുത്തൊരു അസൈൻമെൻ്റ് ആണ് അസൈൻമെൻറ്റ് നമ്പർ 2, ഗ്രേഡ് കാൽക്കുലേറ്റർ. ഇത് കുറച്ചുകൂടി നമുക്ക് എന്താണ് നമ്മുടെ ഒരു ഫോർ ലൂപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടീഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അസൈൻമെൻ്റ് ആണ്. സോ ഇതൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇത് ഭയങ്കര സിമ്പിളാണ്. ആദ്യം ക്വസ്റ്റ്യൻ 2-3 പ്രാവശ്യം വായിച്ചു നോക്കുക. ഇവിടെ ഞാനൊരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. സോ ഡിസൈൻ എ പൈത്തൺ പ്രോഗ്രാം ദാറ്റ് ടേക്ക് ഇൻപുട്സ് ഫോർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ദിയർ നെയിംസ് ആൻഡ് ദിയർ സ്കോർസ്, calculate the average score and display each student's grade based on the following criteria. So A ആണെങ്കിൽ 90 to 100 മാർക്സിൽ വരണം, ബി ഗ്രേഡ് ആണെങ്കിൽ 80 to 89 വരണം. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു എഫ് ആണെങ്കിൽ ബിലോ 60 ആയിരിക്കണം. യൂസസ് എ ലൂപ്പ് ടു ടേക്ക് ഇൻപുട്ട് ഫോർ ദ നമ്പേഴ്സ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ദിയർ നെയിംസ്. ഇൻസൈഡ് ദ ലൂപ്പ് ടേക്ക് ഇൻപുട്ട് ഫോർ ഈച്ച് സ്റ്റുഡൻറ്റ് സ്കോർ, കാൽക്കുലേറ്റ് ദ ആവറേജ് score for all students, use conditional statements to determine and display the grade for each student based on the score. So display the average score for all students. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്കം ആയിട്ട് കിട്ടേണ്ടത്. അപ്പം ഇത്രയാണ്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഇത് വായിച്ചു നോക്കുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നും, പക്ഷെ നിങ്ങളിത് ചെയ്ത് നോക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം തെറ്റിപ്പോയാലും രണ്ടാമത്തെ പ്രാവശ്യം ചെയ്ത്